ഇനിയും വ്യാജ പ്രചരണം എന്തിനാണ്? ഇത്രയും കാലം കൊണ്ടൊരു വിക്ടിമിന് നേരിട്ട് പരാതിയില്ല. അഫയറുകളൊക്കെ പലപ്പോഴും ഉണ്ടാകും, അത്തരം ഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതല്ലാത്തതും ഉണ്ടാകും. ഒരു പീഡന പരാതി നേരിട്ടൊരു വിക്ടിം കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കാൻ കഴിയുകയില്ല, അതിൽ തർക്കമൊന്നുമില്ല. രാഹുലിനെ മാത്രമല്ലല്ലോ, പ്രോമിസിംഗ് ആയ ലീഡേഴ്സിനെയൊക്കെ ഏതെങ്കിലും കേസിൽ കുടുക്കിയൊക്കെ തീർത്ത് കളയാം. വ്യാമോഹമല്ലേ? രാഹുലിനെ മാത്രമല്ലല്ലോ ലക്ഷ്യമിട്ടത്, ഷാഫിയെ ലക്ഷ്യമിട്ടില്ലേ? ജില്ലാ സെക്രട്ടറി ബാംഗ്ലൂർ കഥയുമായി വന്നില്ലേ? പിന്നെ വന്നില്ലല്ലോ. അപ്പോൾ ഡിവൈഎഫ്ഐ ഇത് കഴിഞ്ഞു, ഈ റൂട്ട് തീർന്നു. അടുത്തതാണ്, അതായത് ഇങ്ങനെയുള്ള അവിടെ സജീവമാകുന്നു, ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഇനി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ സംഘത്തെ രാഷ്ട്രീയമായി അല്ലാതെ ഇറക്കുക, പരിപാടികൾ കുളമാക്കുക. ഇങ്ങനെ ഒരു ആലോചന അതും ഇങ്ങനെ പ്രചരിച്ച് ലീക്കായി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗർഭം കലക്കി, പീഡകൻ, സ്ത്രീ പീഡകൻ എന്നൊക്കെയുള്ള പ്രചാരണം സ്ത്രീകളെ ഉപയോഗിച്ച് മറ്റേ പരിപാടികൾക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ കൂവുന്നു, തടയുന്നു, അതൊക്കെ പരാജയപ്പെട്ടു. അതിൽ നിന്നൊക്കെ അവർ പിന്മാറി. ചില മാധ്യമങ്ങളും അതിൽ നിന്ന് പിന്മാറി, രാഹുലിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറി. ഏതെങ്കിലും ഓഡിയോ റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്താൽ നിൽക്കുമോ? നിൽക്കില്ല. വിക്ടിം വരണ്ടേ, പരാതി പറയണ്ടേ? ആ പരാതിയിൽ അന്വേഷണം പോയാൽ, ആ മൊഴി ഉണ്ടെങ്കിൽ, ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അറസ്റ്റ് അല്ലേ? അല്ലാത്ത പക്ഷം ഇതേ വിക്ടിമിന്റെ നേരിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾ ഈ കേരള നിയമസഭയ്ക്കകത്ത് ഇരിക്കുന്നില്ലേ? അതിൽ രാഹുലിന് മാത്രം പ്രത്യേക നീതി വേണോ?